അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ അവർ കൊല്ലും എന്ന് പറയുന്നത്. ഞാൻ കൊല്ലപ്പെട്ടേക്കാൻ എനിക്കറിയാം. പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കുള്ളൂ. അതിന്റെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിനൊരു തർക്കമില്ല. ഈ പാർട്ടിയുടെ ഇപ്പൊ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ഒരു അറിയിച്ചിട്ടുണ്ടല്ലോ, ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല, ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. 29 വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തരം. അത് പാർട്ടിയാണ് ഏൽപ്പിച്ചത്. ആരെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിന്റെ മകനൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പി ശശി ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നില്ല, പാർട്ടി പരിശോധിക്കട്ടെ. ഈ ചങ്ങാതിന്റെ എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തും തെളിവുമായിട്ട് എത്ര പ്രാവശ്യം പി ശശിയുടെ അടുത്ത് ഞാൻ പോയതാണ്. ഞാൻ അങ്ങാടിപ്പാട്ടല്ല പാടിയത്, കേരളത്തിലെ നിയമസഭയില പ്രസംഗിച്ചത്. എന്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് തിരിയാനല്ല, ഇപ്പൊ ഈ യുദ്ധം ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതില്ല എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന സാജൻ സ്കറിയയുടെ പിന്നാലെ എത്ര മാസം ഞാൻ കൂടി നിങ്ങൾക്കറിയാലോ. പോലീസ് ഓഫീസർമാരെ എത്ര പേര് ആത്മഹത്യ ചെയ്തു, രാജ്യദ്രോഹ കുറ്റം ചെയ്തു. അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പണം ഇന്ന വഴിക്ക് വന്നിട്ടുണ്ട്, അത് വിജിലൻസിൽ പോയി. സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയോ? എന്തടിസ്ഥാനത്തിലായി ഈ ചങ്ങാതി ആ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ പ്രതിപക്ഷം ഉണ്ടൂല. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുക, എവിടെ പ്രതിപക്ഷം ഉണ്ടാവില്ല. ഇനി ആകെ കുരുങ്ങി ഇവരൊക്കെ ചാവാൻ പോകുമെന്ന് മനസ്സിലാകുമോ? ഒക്കെ ജയിലിലേക്കാണ് പോകുന്നത്. പലരും തൂക്കിലേറ്റപ്പെടും, പലരും 10ഉം 20ഉം കൊല്ലം കിടക്കേണ്ടി വരും. ഒരു തർക്കമില്ല, അങ്ങോട്ടേക്കാണ് ഇത് പോണത്.